ഇന്നത്തെ റെസിപ്പി ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പലഹാരത്തിൻ്റെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മാത്രം മതി. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് കപ്പയാണ്. അപ്പോൾ ഞാനൊരു ചെറിയ കപ്പ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലൊരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 1.5 കപ്പ് ഗ്രേറ്റ് ചെയ്ത കപ്പയാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ ഒരു കട്ടൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കപ്പ നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു വെള്ളം ഇനി ആവശ്യമില്ല, അത് ഒഴിവാക്കാം. ഈ ഒരു കപ്പ വെച്ചിട്ടാണ് ഇനി ചെയ്യുന്നത്. കപ്പ എല്ലാതും ഇതുപോലെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരം നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഈ ഒരു സ്നാക്കിലേക്ക് ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇനി ഇവയെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പഞ്ചസാരയും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു നനവൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് റവയാണ്. അപ്പോൾ റവ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ ഓൾറെഡി കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അവസാനം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. നെയ്യും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഇനി ഇത് വേവിച്ചെടുക്കണം. ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇതിലേക്ക് ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയ ഏത് പാത്രത്തിലും സെറ്റ് ചെയ്തെടുക്കാം. സ്റ്റീലിൻ്റെ പാത്രം എന്നായാലും കുഴപ്പമില്ല. അപ്പോൾ താഴ്ഭാഗത്തും സൈഡ് ഭാഗത്തും നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാതും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ കറക്റ്റ് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ നട്ട്സ് ഒന്ന് നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. നട്ട്സും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഞാൻ വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ്. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി കപ്പ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബൗള് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം വെള്ളം അതിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഒന്ന് അടച്ചു വെക്കുന്നത് നല്ലതാണ്. ഞാൻ അടച്ചു വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൈഡ് ഭാഗത്തേക്കൊക്കെ കുറച്ച് അതിൻ്റെ ആവി കയറിയിട്ട് കുറച്ചൊരു വെള്ളമായിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് മധുരമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബൗൾ അടച്ചു വെച്ചിട്ട് വേണം കുക്കർ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. പിന്നെ സ്റ്റീമറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. സ്റ്റീമറിൽ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊരു കൂടുതൽ ടൈം എടുക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കുക്കറിൽ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഒരു 5 വിസിൽ വന്നാൽ മതിയാവും. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് അടച്ചു വെക്കാത്തത് കാരണം മുകളിലൊക്കെ ചെറുതായിട്ട് ഒന്ന് വെള്ളമായിട്ടുണ്ടാവും. എന്നാലും കുഴപ്പമൊന്നുമില്ല, മധുരം കുറച്ച് കുറഞ്ഞ പോലെ ഉണ്ടാവും. ഏതായാലും തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഷേപ്പായിട്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ലൂസായിട്ടുള്ള പോലെ ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ കപ്പ പുഡിംഗ് ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.